എത്ര ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീലാവിലാസങ്ങളിൽ വിട്ട് കോൺഗ്രസ് ഒഴലുന്നു. മൂപ്പർക്ക് സസ്പെൻഷൻ കൊടുത്തതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് കോൺഗ്രസ് നേതാക്കൾ. ആ വിഷയം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ക്ലോസാ? അത് ശരി. അത് നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതിയാ? കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് പോരുന്നതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്ത് ചെയ്യാനാ, പലരുടെ കയ്യിലിരിപ്പ് ഇതാകുമ്പോ പിന്നെ അങ്ങനെ പല സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടി വരുമല്ലോ. ആരൊക്കെ എവിടെയൊക്കെ മതിലയാടി എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് തന്നെ മോശമാണ് ജനങ്ങളുടെ ഇടയിൽ. അയ്യേ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണങ്ങൾ മാത്രമല്ലോ, ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ന്യായീകരണത്തിന് മേൽ ഇടുത്തിയിലുകൊണ്ട് ആ തീരുമാനം വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്ത് ക്രൈം ബ്രാഞ്ച്. ഈ അപരാധം, ഈ വേതാളം പോലത്തെ സാധനത്തെ ഇനിയും തോളിൽ തൂക്കി കോൺഗ്രസ് പാർട്ടി നടന്നാൽ കോൺഗ്രസിന്റെ തല പൊട്ടിത്തെറിക്കും. പഴയ വിക്രമാദിത്യ കഥയിലെ പോലെ മുതലെടുക്കാണോ സജി? ഇത്ര നാളും കേസെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരിക്കായിരുന്നു. ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യാ? ഐഡിയ. കേസെടുത്താലും പരാതിക്കാരില്ലാണ്ട് കേസ് നിലനിൽക്കില്ല എന്ന് വാദിക്കാം. പിന്നല്ല, കോൺഗ്രസ് നേതാക്കളുടെ അടുത്താണോ നിങ്ങളുടെ കളി? ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇരകൾ പോലീസിന് മൊഴി നൽകിയേക്കും. ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി ഉൾപ്പെടെ മൊഴി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓ മൈ ഗോഡ്, പരാതിക്കാരി മുഴുവനും മൊഴി കൊടുക്കാൻ തീരുമാനിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? എല്ലാരും വിളിച്ചു. ഓരോരുത്തരായിട്ട് രാഹുലേട്ടായിനെ കൈവിടാണല്ലോ. ആരൊക്കെ ഇട്ടെറിഞ്ഞു പോയാലും രാഹുലേട്ടായിയുടെ വലിയേട്ടൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ഒരിടത്തേക്ക് മൂപ്പരെ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള, പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ, ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ആ കണ്ടമിടർന്നത് കേട്ടോ നിങ്ങള്? കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സ്ത്രീകളോട് സ്നേഹം വേണോ എന്ന് ഓടി നടന്നു ചോദിച്ചാൽ രാഹുലേട്ടായിയോടുള്ള കരുതലാണ് ആ മനസ്സ് നിറയെ. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരണം. അതെ. ബൈ ദ ബൈ, ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? രാഹുലേട്ടായിക്കെതിരെ കേസെടുത്തതും അപ്പൊ തന്നെ സതീശേട്ടൻ അത്യാവശ്യമായിട്ട് ദുബായിൽ പോകേണ്ടി വന്നു. ആരും തെറ്റിദ്ധരിക്കല്ലേ, അത്യാവശ്യമായോണ്ടാണേ. എനിക്ക് സാരമില്ല രമണ. ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഇല്ലുണ്ണിയെന്ന് പറഞ്ഞിട്ടാണോ എന്തോ ആ പോക്ക് പോയത്. ആരോപണങ്ങൾ വന്ന സമയത്ത് ചങ്കിന്റെ ചങ്കായ ഷാഫി പറമ്പിൽ അപ്പൊ തന്നെ ബീഹാറിലേക്ക് വണ്ടി കയറുന്നു. ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോ ഒന്നും നോക്കില്ല, എപ്പോഴും കൂടി ഉണ്ടായ പ്രതിപക്ഷ നേതാവ് ദുബായിലേക്ക് വിമാനം കയറുന്നു. പാവൻ രാഹുൽ മാങ്കൂട്ടത്തില് ഒറ്റയ്ക്കായി പോയി. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. പ്രതിപക്ഷ നേതാവ് ഇനി മറ്റേ ബോംബിന്റെ കാര്യം റെഡിയാക്കാൻ പോയതാണെങ്കിലോ? പുള്ളി ഇന്നാൾ പറഞ്ഞില്ലേ, കേരളം ഞെട്ടാം ഭാഗത്തിന് എന്തോ ഒരു ബോംബ് മൂപ്പര കയ്യിലുണ്ടെന്ന്. വരട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല കേട്ടോ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കോൺഗ്രസ് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പച്ചിരി വരുന്ന ആ ഒരു ഇമേജ് മൊത്തത്തിൽ ഉണ്ടാക്കി കൊടുത്ത രാഹുലേട്ടായി പൊള്ളിയാണ്. പാവം, ഇപ്പൊ വീടിന്റെ അകത്ത് അടച്ചിട്ടിരുന്നിട്ട് ബോറടിക്കുണ്ടാവും അല്ലേ? ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ, റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. എന്തായാലും രാഹുലേട്ടായുടെ ലീലാവിലാസങ്ങളെ കോഴിത്തരം എന്നുള്ള ടാഗിൽ ഒതുക്കേണ്ട സമയം കഴിഞ്ഞു എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ക്രൈംബ്രാഞ്ച് കേസെടുത്ത സ്ഥിതിക്കും പരാതിക്കാര് മൊഴി കൊടുക്കുന്ന ഉറപ്പിച്ച സ്ഥിതിക്കും രാഹുലേട്ടായിക്ക് ശരിക്കും രാഹുകാലം തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടി എങ്ങനെ താങ്ങുമോ എന്തോ.